ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 5:45 ടൈമിൽ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇരുട്ടായിരുന്നു, കാറ്റും മഴയൊക്കെ ഉള്ള കാരണം തന്നെ ഇരുട്ട് കുറച്ച് കൂടുതൽ തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ ഒരു കട്ടൻ ചായയൊക്കെ വെച്ച് അതും കൊണ്ട് കുറച്ച് നേരം ഉമ്മറത്തൊക്കെ ഇരുന്നതിന് ശേഷമാണ് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് അത്ര നേരത്തെ പണികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതേ ചായയും കൊണ്ട് ഉമ്മറത്ത് വന്നപ്പോൾ മാങ്ങ വീണെടുക്കുന്നുണ്ടായിരുന്നു. നല്ല കാറ്റായ കാരണം കുറേ മാങ്ങ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ഛനൊക്കെ പറക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വീണതാണെന്ന് തോന്നുന്നു. ഞാൻ ചായയും കൊണ്ടുവന്നപ്പോൾ അത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് അങ്ങനെ കുറച്ച് നേരം ഉമ്മറത്തൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിക്ക് പോയത്. രാവിലെ എണീറ്റ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ അതൊരു 6 മണിയൊക്കെ ആവാറായപ്പോഴേക്കും ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴ തോർന്നിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ചായയുടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും നല്ല കാറ്റും മഴയായിട്ടാണ്. പിന്നെ ഞങ്ങൾ പൂരിക്കൊക്കെ കുഴക്കണൊക്കെ സമയത്തും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ അതേ നമ്മത് പൂരിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കത് ഉരുളെടുത്ത് നമുക്കത് പരത്തി ചുട്ടാൽ മതിയായിരുന്നു. അപ്പോൾ ആ നേരം കൊണ്ട് അമ്മ പൂരിക്ക് കറിയും റെഡിയാക്കി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നാലും ഒന്ന് പരത്തണ സമയത്ത് ഒന്നും കൂടി ഒന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷമാണ് ഉരുള ഉരുട്ടി എടുക്കാറ്. അപ്പോൾ ഞാൻ പൂരിക്ക് ഉരുള ഉരുട്ടുമ്പോൾ വളരെ ചെറിയ ഉരുളയായിട്ട് ഉരുട്ടാട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ വലിപ്പം തോന്നും, പക്ഷേ ഭയങ്കര ചെറുതാണ്. അമ്മ എപ്പോഴും ചീത്ത പറയും, കുഞ്ഞു ഉരുള ഉരുട്ടിയിട്ട് ചെറിയ പൂരിയാണ്, ഒരു 3 എണ്ണം കഴിച്ചാലും ഒന്നും ആവില്ല എന്ന് പറയും. പക്ഷേ എനിക്ക് വലിയതായിട്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല, ചെറിയതായിട്ട് പൂരിക്ക് പരത്തണതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയതാണ്, നമുക്ക് വീഡിയോയിൽ ചിലപ്പോൾ അത് വലുതായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ എല്ലാ ഉരുളയും ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി പോയി നേരെ പരത്തി അത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പലകയ്ക്ക് നല്ല പഴക്കമുണ്ട്. ഇവിടെ അമ്മയുടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തുള്ള പലകയാണിത്. അപ്പോൾ അതാണ്, ഇത് മരത്തിൻ്റെയാണ് കേട്ടോ. അതുകൊണ്ട് ഒരു കറുത്ത കളറൊക്കെ, അല്ലാതെ പലകയുടെ വൃത്തിയില്ലായ്മയല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ കറുപ്പെന്ന് തോന്നുന്നത്, മരത്തിൻ്റെ പലകയാണ്. ഇതുവരെ ഇതിനൊരു പൊട്ടലോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. പണ്ടത്തെ മരം എന്നൊക്കെ പറയുമ്പോൾ അതേപോലെയാണല്ലോ. അപ്പോൾ അത് ഈ പരത്തലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് വലിപ്പം തോന്നും, പക്ഷേ ചെറിയ പൂരിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പൂരി ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ ചീഞ്ചട്ടിയുടെ സൈഡിൽ ഈ ഓയിലായ കാരണം അതിനൊരു കളർ പിടിക്കുന്നുണ്ട്. അത് എത്ര നമ്മൾ ക്ലീൻ ചെയ്ത് പിന്നെ വീണ്ടും ചൂടത്ത് വയ്ക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാവും. അപ്പോൾ ഈ ഒരു ചീഞ്ചട്ടി ഞങ്ങൾ അടുപ്പിൽ വയ്ക്കാൻ ഓയിലിന് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നതാണ്. സ്റ്റൗവ് വയ്ക്കുന്ന ചീഞ്ചട്ടിയൊക്കെ വേറെയാണ് കേട്ടോ. ഇതാകുമ്പോൾ സമ്മതിക്കില്ല വേറെ ചട്ടിയൊന്നും എടുക്കാനായിട്ട്. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പിന്നെ എനിക്കൊരു ബ്ലൗസിൻ്റെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ വേഗം കുളി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ വർക്കിനിരിക്കാം. ഒറ്റയടിക്ക് ചെയ്തെടുക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം കൊണ്ടാണ് ഫുള്ള് ആ ഒരു ബ്ലൗസ് ചെയ്തെടുക്കണത്. അപ്പോൾ അതുകൊണ്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്, അപ്പോൾ ഞാൻ വല്ല പൂരിക്ക് പരിപ്പ് കറി ആയിരുന്നു. അപ്പോൾ അത് അമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പരിപ്പ് കറി നമ്മൾ തൃശ്ശൂർക്കാർക്ക് പരിപ്പ് കുത്തി കാച്ചൽ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഫേവറേറ്റ് ആണല്ലോ. അപ്പോൾ അതിൽ വെറുതെ ജസ്റ്റ് പരിപ്പ് വേവിച്ച് സബോളയും വെളുത്തുള്ളി ഇട്ടിട്ട് അത് മൂപ്പിച്ചെടുക്കുക ചെയ്തത്. അതിൻ്റെ ഇടയിൽ അരി അടുപ്പത്തിട്ടുണ്ടായിരുന്നു. പൂരി വാങ്ങിയ അടുപ്പത്ത് അരി അടുപ്പത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അരിയും അടുപ്പത്ത് തന്നെയാണ് വയ്ക്കുക. പരമാവധി എല്ലാ അടുപ്പിൽ തന്നെയാണ് ഞങ്ങളിവിടെ വയ്ക്കാറ്. കടല, പരിപ്പ്, പയർ കുക്കറിലിടുന്നതൊക്കെ തന്നെയാണ് നമ്മൾ സ്റ്റൗവിൽ വയ്ക്കാറുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പോയി മീൻ മേടിക്കാൻ പോയി. അപ്പോൾ കൊഴുവയാണ്, വിളിച്ച് ചോദിച്ചിട്ടാണ് പോയത് കടയിലേക്ക്. അപ്പോൾ കൊഴുവയാണെന്ന് പറഞ്ഞപ്പോൾ നന്നാക്കി തന്നാൽ മാത്രം വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നന്നാക്കി തന്നു. അപ്പോൾ അത് നന്നായിട്ട് ക്ലീനാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വന്ന് അത് കഴുകാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അമ്മ കഴുകി തന്നു. എൻ്റെ കുളി കഴിഞ്ഞ കാരണം പിന്നെ ഞാനത് കഴുകാൻ നിന്നില്ല. അപ്പോൾ അമ്മ കഴുകണ നേരം കൊണ്ട് ഞാൻ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് പുരട്ടി, അതിന് ശേഷം കുടപ്പുളി, ഉപ്പിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷമാണ് നാളികേരം അതിലേക്ക് ഒഴിച്ചത്. നമ്മളിവിടെ പാല് പിഴിഞ്ഞാണ് അധികവും കറി വെക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ നേരമില്ലാത്ത കാരണം ഞാൻ നാളികേരം അരച്ച് ചേർക്കുക ചെയ്തത്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് ആ നേരം കൊണ്ട് കുറച്ചെടുത്ത് വറുക്കാനായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ചു. കുട്ടികൾക്ക് വറുത്തതാണ് ഇഷ്ടം, കൊഴുവ. അപ്പോൾ അത് കുറച്ചേ എടുത്തുള്ളൂ. വറുത്തത് അങ്ങനെ അധികം കൊടുക്കാറില്ല, കറി വെച്ച് തന്നെയാണ് കൊടുക്കാറ്. അപ്പോൾ ഇതേ നമ്മുടെ ആ ഒരു കറി അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അരി വാങ്ങിയ അടുപ്പിൽ തന്നെ നമുക്ക് കറിയും വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടാൻ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ നാളികേരം ഒഴിച്ചു. അത് കഴിഞ്ഞ് ഒന്ന് തിളച്ച നാളികേരം ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉള്ളി, മുളക്, കരിവേപ്പിലയും മൂപ്പിച്ചിട്ടു. ഉള്ളിയും കരിവേപ്പിലയും മാത്രം മൂപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ മീൻ കൂട്ടാൻ അങ്ങനെ റെഡിയായി. പിന്നെ മീൻ വറുത്തത് ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കണ നേരത്താണ്. പിന്നെ ഇന്നത്തെ എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു കാരണം നമ്മുടെ ഷമ്മുവാണ് കേട്ടോ, ഷീഷയും. അപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ ഷമ്മുവിൻ്റെ തലയിലിട്ട് വെക്കുന്നുള്ളത്. കാരണം എനിക്ക് അത്രയും മടിയാണ് ഫുള്ള് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടാനായിട്ട്. മേക്കിംഗ് വീഡിയോസ് ഇടുന്ന പോലെ അല്ലല്ലോ. മേക്കിംഗ് വീഡിയോസ് ആകുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഷമ്മു നിർബന്ധിച്ച് ചെയ്യിക്കുന്ന വീഡിയോസൊക്കെ എനിക്ക് വ്യൂസ് കിട്ടാറുണ്ട് കേട്ടോ. ആൾ നിർബന്ധിച്ച് ഞാനൊന്നും ചെയ്യാതിരിക്കാറില്ല. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട്.
അപ്പോൾ ഇതേ നമ്മളെ ബ്ലൗസിലേക്കുള്ള വർക്ക് തുടങ്ങാൻ പോവുകയാണ്. നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ട് ബ്ലൗസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലൗസ് നമുക്ക് അടുത്ത വീട്ടിലെ കുട്ടി തന്നത്, അവർ വെക്കേഷന് വന്നതാണ്. അപ്പോൾ ഇനി നാളെ തിരിച്ചു പോകും. അപ്പോൾ അതിന് മുമ്പ് എനിക്കിത് ചെയ്ത് കൊടുക്കും വേണം. അപ്പോൾ ഇന്നലെ രാത്രിയാണ് എനിക്ക് തന്നത്. ചേച്ചി എന്തെങ്കിലും ഒന്ന് മേക്ക് ഓവർ ചെയ്ത് തരൂ. അവരുടെ കസിന് വേണ്ടിയിട്ട് കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്ത ബ്ലൗസായിരുന്നു. അന്ന് വർക്കൊന്നും ചെയ്യാണ്ടാണ് ഇട്ടിരുന്നത്, ടൈം ഉണ്ടായിരുന്നില്ല അത്ര അതിന്. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതൊന്ന് മേക്ക് ഓവർ ചെയ്തത് ചെറിയ എന്തെങ്കിലും ഒരു ഡിസൈൻ മതി എന്ന് പറഞ്ഞു കൊണ്ട് തന്നതാണ്. അപ്പോൾ ഒറ്റൊരു ദിവസം കൊണ്ടാണ് നമ്മളിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ ഗോൾഡൻ കളർ ബീഡും പിന്നെ ഷുഗർ ബീഡും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നോർമൽ ത്രെഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ബീഡ്സ് കുറക്കുന്ന സൂചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ഫസ്റ്റ് നമ്മളിത് ഇതുപോലെ ഫസ്റ്റ് സെൻറ്ററിൽ ഒരു ബീഡ് ഗോൾഡൻ ബീഡ് കൊടുക്കുകയാണ്. അത് 3mm ബീഡാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് ജസ്റ്റ് അതിന് ചുറ്റും ഷുഗർ ബീഡ് റൗണ്ടിൽ കൊടുത്തു. ഒരു ഫ്ലവർ പോലെ ചെയ്യുന്ന അത്രേ ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഒരു ദിവസം കൊണ്ടും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അത് കുഴപ്പമില്ല ചേച്ചി എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി കൊണ്ടു തന്നത്. അപ്പോൾ ഷുഗർ ബീഡ് നമ്മളിതുപോലെ കോർത്തിട്ടൊന്ന് റൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റ് ആ ബീഡ്സ് വരുന്ന രീതിയിൽ എടുത്തിട്ട് നമ്മൾ ആദ്യം കോർത്ത ഒരു 1-2 ബീഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ തിരിച്ച് കോർത്തിട്ട് ഉള്ളിലേക്ക് കുത്തി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കത് കറക്റ്റ് ഒരു പെർഫെക്റ്റിൽ ആ റൗണ്ടിൽ കിട്ടും. ഇതിന് ശേഷം 4 സൈഡും നമ്മളൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ബീഡ്സിൻ്റെ. അപ്പോൾ അത് ഒന്നുകിൽ പുറത്തുനിന്ന് എടുത്തിട്ട് ബീഡിൻ്റെ ഉള്ളിലേക്ക് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ബീഡിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കൊടുത്തിട്ട് പുറത്തേക്ക് ബീഡിൻ്റെ പുറത്തേക്ക് കുത്തിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 സൈഡും ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സെറ്റായിട്ടിരുന്നോളും. പിന്നെ ബീഡ്സ് നീങ്ങില്ല. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിലിരിക്കും. പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ ഈ ഒരു ബീഡ് തന്നെ ഒരു വലിയ ബീഡും ഒരു ചെറിയ ഷുഗർ ബീഡും വെച്ചിട്ട് ഒരു ഡ്രോപ്പ് പോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ വീഡിയോസ് ഇടാൻ പറ്റാറില്ല. എൻ്റെ കയ്യിലുള്ള സ്റ്റാൻഡ് നമ്മുടെ എംബ്രോയ്ഡറി ഫ്രെയിമിലേക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കാരണം എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ പുതിയ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യുന്ന വർക്കുകളൊക്കെ ഞാൻ വീഡിയോസായിട്ട് ഇടാം. പിന്നെ നിങ്ങൾക്ക് എംബ്രോയ്ഡറി പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പർ തരാം. നമ്മൾ അരി വർക്കും എംബ്രോയ്ഡറി ഒക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടുമാണ് എടുക്കുന്നത്. അപ്പോൾ അധികം ഇപ്പോൾ ഓഫ്ലൈനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഓൺലൈനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ കോൺടാക്ട് നമ്പർ തരാം. അപ്പോൾ ഞാനും ഷമ്മും കൂടിയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ വേണ്ടവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് അടിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബീഡും ഒരു വലിയ ബീഡും ഒരു ഷുഗർ ബീഡും ഇട്ട് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കണം. നമ്മളൊന്ന് താഴേക്ക് ഇറക്കിയതിന് ശേഷം ആ ഷുഗർ ബീഡിൻ്റെ അടുത്തുനിന്ന് തന്നെ വീണ്ടും മുകളിലേക്ക് എടുത്തിട്ട് ആ 2 ബീഡിൻ്റെ ഉള്ളിലൂടെ വീണ്ടും താഴേക്ക് കൊടുക്കുക. അപ്പോഴാണ് അതവിടെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എളുപ്പത്തിലൊക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2-3 കോഴ്സൊക്കെ ആയിട്ടാണ്. ചെറിയ രീതിയിൽ മതി എന്നുള്ളവർക്ക് അങ്ങനത്തെ രീതിയിലും കോഴ്സ് ഉണ്ട്. അല്ല നമുക്ക് ഫുള്ള് സ്റ്റിച്ചുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മളത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്ന വീഡിയോസിലിടാം. അപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഓഫ്ലൈനായിട്ടായിരുന്നു അധികവും. പിന്നെ കുറച്ച് തിരക്കുകളൊക്കെ ഉള്ള കാരണമാണ് നമ്മളത് വീഡിയോസിലൊന്നും പറയാഞ്ഞത്. അപ്പോൾ അത് ഞാൻ വരുന്ന വീഡിയോയിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ വേണ്ടവരൊന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ റൈറ്റ് സൈഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ കയ്യിലൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല ടൈം ഉണ്ടായിരുന്നില്ല. കയ്യിൽ ചെയ്താൽ കുറച്ചും കൂടിയൊക്കെ ഭംഗി ഉണ്ടാവും, പക്ഷേ ടൈമില്ലാത്ത കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ കയ്യിലൊന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കയ്യിൽ ഫ്രെയിം ഇല്ലാണ്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തത് ഫ്രെയിമിലിട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഫ്രണ്ട് പോർഷൻ ഒട്ടും പറ്റില്ല, ബാക്ക് പോർഷൻ പിന്നെയും നമുക്ക് ഫ്രെയിമിലിടാം. പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സൊന്നും ഫ്രെയിമിലിട്ട് ചെയ്യാറില്ല. എനിക്ക് ഫ്രെയിമിലിട്ട് ചെയ്യുന്നതിൽ എളുപ്പം ഇതുപോലെ കയ്യിൽ പിടിച്ചിട്ട് ചെയ്യാണ് കുറച്ചും കൂടി സ്പീഡ്. ബാക്ക് സൈഡ് നമുക്ക് ഫ്രെയിമിലിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസൊക്കെ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. എനിക്കധികവും ഇതാണ് എളുപ്പം. പിന്നെ വലിയ വർക്ക് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ഫ്രെയിമിലിട്ട് കൊടുക്കാറുള്ളൂ. സിമ്പിൾ വർക്കൊക്കെ കയ്യിൽ പിടിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യാറ്. ഫ്രണ്ട് സൈഡാണ് ഞാൻ ആദ്യം ചെയ്തത്. അപ്പോൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരണേന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഓരോ പണിക്കൊക്കെ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറ്റ ഇരിപ്പിനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും, അപ്പോൾ അങ്ങനെ പോവും. അപ്പോൾ ഇത് നമ്മൾ ഒരു 6 എണ്ണം ചെയ്തെടുത്തപ്പോൾ കണ്ടോ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ പോയി ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. അങ്ങനെ കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ ഇടയിൽ നല്ല മഴയായിരുന്നു, ഭയങ്കര മഴ. പിന്നെ പുറത്തിറങ്ങിയിട്ടൊന്നും ചെയ്യാനൊന്നും പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുപോലത്തെ മഴയായിരുന്നു. അപ്പോൾ അതേ ഫ്രണ്ട് സൈഡ് നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ നമുക്ക് അവിടെ ഹുക്ക് വരുന്ന ഭാഗമാണല്ലോ, അപ്പോൾ അത് വേണ്ട. പിന്നെ അതേ ബാക്ക് സൈഡ് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ചെയ്തതൊന്നും. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പോയി ഊണ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോയി ഭക്ഷണം കഴിച്ചു.
ചോറുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് മീൻ കൂട്ടാനും മീൻ വറുത്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി ചെയ്തു. അപ്പോൾ നല്ല മഴയല്ലേ, അപ്പോൾ നമുക്ക് ചായക്ക് എന്തെങ്കിലും ഒരു പലഹാരം ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ ഊണ് കഴിഞ്ഞപ്പോൾ പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ചായക്ക് കടിയായിട്ട് പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. ഊണ് കഴിച്ച് കഴിഞ്ഞ് കുറച്ചേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ വർക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപ്പ് വടയുടെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ വന്ന് ചെയ്തത്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ നമുക്കൊരു ഇത്തിരി മടി പിടിക്കും. പിന്നെ സമയമില്ല, നമുക്ക് അവർക്ക് വൈകുന്നേരം തന്നെ കൊടുക്കണം. അവർ നാളെ വെളുപ്പിന് പോവും. അപ്പോൾ രാത്രി തന്നെ നമുക്കത് ചെയ്ത് കൊടുക്കുക വേണം. അപ്പോൾ പരിപ്പൊക്കെ വെള്ളത്തിലിട്ടത് കഴുകിയെടുത്ത് അരച്ചിട്ടു. നമ്മൾ പരിപ്പൊടിയുടെയൊക്കെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യണില്ല. ഉള്ളിയും കരിവേപ്പിലയും ഉപ്പ് ഇട്ടിട്ട് അത് കുഴച്ച് ഞാൻ ഇതുപോലെ ഉരുളയാക്കി വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ, ഒറ്റയ്ക്കൊക്കെ ചെയ്യുന്നവർക്ക് എളുപ്പമാണ്. ഇതുപോലെ ഉരുളാക്കി വെച്ച് ഓരോ ഉരുള എടുത്തിട്ട് നമുക്ക് അതിലേക്ക് പരത്തിയിട്ടാൽ മതി. അത് കഴിഞ്ഞ് വേഗം പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ചായ വെക്കണമെങ്കിൽ അങ്ങോട്ട് പോയി ചായ വെച്ചിട്ട് വരാം. അപ്പോഴേക്കും ഇതാവുമ്പോഴേക്കും പരത്തിയിട്ടാൽ മതിയല്ലോ. അങ്ങനെ വീണ്ടും എടുത്ത് കുഴച്ച് അങ്ങനെ ഉരുളയാക്കണ്ടല്ലോ. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഒറ്റയ്ക്കൊക്കെ ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും. ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഇതുപോലെ ഉരുള ഉരുട്ടി വെച്ചിട്ട് ഒരുമിച്ച് നിന്ന് ചെയ്യാം. അപ്പോൾ ഇതും നമ്മൾ അടുപ്പത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വേഗമായി, അടുപ്പത്തായ കാരണം തന്നെ വേഗമായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയായ കാരണം എല്ലാവർക്കും കട്ടൻ ചായ മതി എന്ന് പറഞ്ഞപ്പോൾ കട്ടൻ ചായയും പരിപ്പൊടിയൊക്കെ കൂട്ടി എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. ഞാൻ വേഗം ചായ കുടിച്ച് എണീറ്റ് പോയിട്ടാണ്, കാരണം നമുക്ക് ഇരിക്കാൻ സമയമില്ല, അത് വേഗം വർക്ക് കംപ്ലീറ്റ് ആക്കണമല്ലോ. അപ്പോൾ ചായ കുടിച്ച് വന്ന് ബാക്കിയും കൂടി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ആ കുട്ടിക്ക് കൊടുത്തു. അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ വർക്കുള്ള ദിവസമൊക്കെ എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിൽ പറയണേ. ഇഷ്ടമായില്ലെങ്കിലും പറയാം. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചായിരിക്കും ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ വ്ളോഗും ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമെന്നുള്ളത് തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസും ഇഷ്ടമായ അതും കൂടി കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.